നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെണ്ടയ്ക്ക മുട്ട തോരനാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ റെസിപ്പിയിൽ ഒരു സർപ്രൈസും കൂടി ഉണ്ട്. രാജീവേട്ടനാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വെണ്ടയ്ക്ക മുട്ടത്തോരൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. വെണ്ടയ്ക്ക മുട്ടത്തോരന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1/4 കിലോ വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കിയത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ വേണ്ടത് 2 മുട്ട, 1 സവാള, 2 പച്ചമുളക്, 2 ഇതൾ വേപ്പില. നമുക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വെണ്ടക്ക ഉലർത്താനായാലും വെണ്ടക്ക കൊണ്ട് എന്ത് കറി ചെയ്യാനാണെങ്കിലും നമ്മൾ വെണ്ടക്ക വാങ്ങിക്കാൻ പോകുമ്പോൾ ഇളയ വെണ്ടക്ക നോക്കി എടുക്കണം. എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കടയിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ കടക്കാരങ്ങനെ എടുത്ത് തരില്ല ഒരു കാരണവശാലും. ഇളയ വെണ്ടക്ക വേണം ചേട്ടാന്ന് പറഞ്ഞാൽ അവർ എടുത്ത് തരില്ല ഒരു കാരണവശാലും. കാരണം അവർക്ക് മൂത്ത വെണ്ടയ്ക്ക ഇളയ വെണ്ടയ്ക്ക എല്ലാം കൂടി ഒരുമിച്ച് പോയില്ലെങ്കിൽ അവിടെ മൂത്ത വെണ്ടക്ക മാത്രം അവിടെ കിടക്കും. അതുകൊണ്ട് അവരെല്ലാം കൂടി വാരി തരുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ചെന്ന് അവരോട് പറയരുത്, കടക്കാരോട് പറയരുത് ഇത്ര വെണ്ടക്ക വേണമെന്ന്. നമ്മൾ തന്നെ പെറുക്കി എടുക്കണം. നല്ല ഇളയ വെണ്ടക്ക നോക്കി നമ്മൾ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇളയ വെണ്ടക്ക കിട്ടും. കടക്കാരൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇളയ വെണ്ടക്ക നോക്കി പെറുക്കിയെടുത്താൽ അവർക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടയുടെ നമുക്ക് 3-4 സാധനങ്ങൾ മേടിക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ കടയുടെ അപ്പുറത്തെ സൈഡിലിരിക്കുന്ന സാധനം എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം പറയണം. അപ്പോൾ അവരത് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ആ നേരത്തെ നമ്മൾ ഇവിടെ നിന്നിട്ട് ആ കുറച്ച് സമയം കൊണ്ട് വേഗം ആ ഇളയ വെണ്ടക്കയൊക്കെ പെറുക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇളയ വെണ്ടക്ക കിട്ടും. അതാണ് ഇളയ വെണ്ടക്ക കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല എളുപ്പമാർഗ്ഗം. മിക്ക ആളുകളും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കടയിൽ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ കാണാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ സാധനം വേണ്ടതെന്ന് വെച്ചാൽ കടക്കാരോട് പറയുള്ളൂ. ഇന്ന സാധനം ഇത്ര ഇപ്പം അച്ചിങ്ങ വേണ്ടെങ്കിൽ അച്ചിങ്ങ 1 കിലോ, ബീൻസ് വേണമെങ്കിൽ ബീൻസ് 1 കിലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കും. എന്നിട്ട് അവസാനം അവരെല്ലാം കൂടി എടുത്തൊരു കിറ്റിലാക്കി തരുമ്പോഴത്തേക്കും അത് വാങ്ങിച്ചിട്ട് പോരുകയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സാധനം കിട്ടില്ല. നമ്മൾ തന്നെ ഇത്തിരി മെനക്കെട്ടിട്ട് നല്ല സാധനം നോക്കി സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പം ഈ വെണ്ടക്ക ഞാനിപ്പോൾ ഇങ്ങനെ പറയണമെങ്കിൽ ഈ വെണ്ടക്ക ഞാൻ തന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ശരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കൊറോണയൊക്കെ ആയത് കാരണം അവർ കടയുടെ അവിടെ ഒരു കയർ വലിച്ച് കെട്ടിയിട്ടുണ്ട്. കടയുടെ അകത്തേക്ക് കയറി നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അവർ തന്നെ എടുത്തു തരുന്ന വെണ്ടക്ക ആയത് കാരണം ഇതിനകത്ത് കുറച്ച് വെണ്ടക്ക മൂത്ത വെണ്ടക്ക ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആദ്യമായിട്ടാണ് എനിക്ക് പറ്റുന്നത്. സാധാരണ ഞാൻ നല്ല സാധനം നോക്കി ഞാൻ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. തക്കാളി ആയാലും ശരി, എന്ത് സാധനമായാലും ഞാൻ തന്നെ കടയിൽ നിന്ന് പെറുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നാലും നമുക്ക് നല്ല കറി, ടേസ്റ്റുള്ള കറി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ മൂത്ത വെണ്ടയ്ക്കൊക്കെ നമ്മൾ കളയേണ്ടി വരും. ഇതൊക്കെ ഒരുമാതിരി മൂത്തതായിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട്. കത്തിട്ട് മുറിച്ചുള്ളതുകൊണ്ടാണ് തോന്നുന്നത് നല്ലോണം മുറിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നല്ല മൂത്ത സാധനം. ഇത് ഉണ്ട്, സൗണ്ട് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതുണ്ട്, ഇത്ര സൗണ്ട് കേൾക്കൂല അല്ലെങ്കിൽ. അപ്പോൾ അറിയാത്ത ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വെണ്ടയ്ക്കനെ ഞാൻ ഒഴിവാക്കാൻ പോയി. കാരണം ഈ മൂത്ത വെണ്ടയ്ക്കയിട്ട് നമ്മൾ കറി വെച്ചുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നല്ല വെണ്ടയ്ക്കയുടെ ടേസ്റ്റും കൂടി പോകും. അവസാനം അതിൻ്റെ ഇടയ്ക്ക് ഈ മൂത്ത വെണ്ടക്ക കയറി കിട്ടിയിട്ട് ഇത് കണ്ടോ, അത് കൊടിയ പോലില്ല, മടൽ പോലെ ഇരിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഉപേക്ഷിക്കാതെ ഇത്രയും നല്ലത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഇനി നമുക്ക് സവാള അരിയാം. സവാളയുടെ ഈ ഫ്രണ്ടിലെ പോർഷൻ ചരിച്ച് കളയണം. ഞാൻ ഇങ്ങനെ കളയാറില്ല സാധാരണ. നേരത്തേക്ക് ഇങ്ങനെ ആയിരുന്നു കളഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചരിച്ചൊരു കട്ടിങ് കൊടുക്കും. അതാണ് എളുപ്പം. ഇത്ര കനം കുറച്ചരിഞ്ഞെടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മുഴുത്തി കിടന്നാൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ കറി ശരിയാക്കാനായിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്.
എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി സവാള ഇട്ട് വാട്ടിയെടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവാള ഒരു 2 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നതിനകത്തേക്ക്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലാത്ത ആളുകൾ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ചതച്ച് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുക്കുക. ആദ്യമേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സവാളയും മുളക് ഇട്ടതിന് ശേഷം അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും 1 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ പൊടികളെല്ലാം ചേർക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കാം. അതിനുശേഷം മുളക് പൊടി, ഗരം മസാല പൊടി ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. മുട്ടക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളെല്ലാം ഒന്ന് കുക്കായി വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒരുമാതിരി ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി കുറച്ചും കൂടി മൂക്കാനുള്ള നമ്മൾ ഈ വെണ്ടയ്ക്ക ഇട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ കിടന്ന് മൂത്തോളും കുറച്ചും കൂടി. ഇനി നമുക്കിതിനകത്തേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് മുട്ടയും കൂടി ഇനി ഇതിനകത്ത് വേവിച്ചെടുക്കാനുള്ളതാണല്ലോ. ഇത് വെന്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കരുതല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ 2 സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചാൽ ഇതിനകത്തുള്ള ഓയിൽ ഇറങ്ങി വരും താഴേക്ക്. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് കണ്ടോ, എണ്ണ ഇറങ്ങി വരുന്നുണ്ടോ? അപ്പോൾ ഇനിയും നമ്മൾ കൂടുതൽ എണ്ണ ഇതിനകത്തേക്ക് ഒഴിക്കണ്ട. ഒരു കറിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇനി നമുക്ക് മുട്ട ഒന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. മുട്ട ചേർക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് വേണം മുട്ട ചേർക്കാനായിട്ട്. മുട്ട ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ തീ കൂട്ടി വെക്കണം. എന്നാലും അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്ക് വെണ്ടക്കായും കൂടി ചേർത്ത് കൂട്ടി അങ്ങ് ഇളക്കി കൊടുക്കാം. മുട്ട കുക്കായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മളൊന്ന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇനി മുഴുവൻ വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് കിടക്കുള്ളൂ, മൊത്തം മിക്സായി വരില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പച്ചമുളകും മുളക് പൊടിയെല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതുകൊണ്ട് എരിവ് നല്ല പാകത്തിനുണ്ടാവും എന്തായാലും.
കിച്ചൂസ് എന്നെ ഇവിടെ പുറകിൽ നിന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കുക്കിംഗ് കണ്ടിട്ട് അവൻ ഓരോ ആക്ഷനൊക്കെ കാണിച്ച് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെ ഞാൻ കുക്ക് ചെയ്യും ഇങ്ങനെ തുടങ്ങിയ. ഞാൻ ചുമ്മാ പറഞ്ഞാണ്, ആള് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മുടെ ആളാണ്. മുട്ട ഡ്രൈ ആയി വരുന്നുണ്ട്, കുറച്ചും കൂടി ഡ്രൈ ആയി വരട്ടെ, അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആവും. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇത് ഈ വെണ്ടക്ക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെണ്ടക്ക ശരിക്കും ഒന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഈ വെണ്ടക്ക ഇത്തിരി നനവോടുകൂടി ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നതിന് വേറൊരു രീതിയിലുള്ളൊരു ടേസ്റ്റാണ്. രണ്ട് രീതി എനിക്ക് വളരെ ഇഷ്ടമാണ്. ക്രിസ്പി ആയിരിക്കുന്ന രീതിയിൽ ഇവിടെ തൊട്ടടുത്ത ബർണറിൽ ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിസിൽ വന്നതാണ്, അതിൻ്റെ സൗണ്ടായിട്ട്. എൻ്റെ പറച്ചിലിനൊക്കെ ഇത്തിരി ഒന്ന് ഫ്ലോ ആയി വരാനുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി കൂടി നല്ല രീതിയിലൊക്കെ ഫ്ലോ ആയിക്കോളും. അപ്പം അതുവരെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഒരുപാട് സമയമുണ്ട്, എല്ലാവർക്കും സമയം കൂടുതലുള്ള ഒരു സിറ്റുവേഷനാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് ഏതായാലും ഞാനും കൂടി കയറി കുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഒരു ടൈം പാസുമാണ്, നീതൊക്കെ ഒരു ഹെൽപ്പും ആവും. അപ്പോൾ രണ്ടും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ഞാനും കൂടി കുക്കിങ്ങിലേക്ക് ചേർന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് കുക്ക് ചെയ്യാൻ ഇവിടെ നിൽക്കുന്നത്. കുക്ക് ചെയ്യാൻ നിൽക്കുന്നതെന്നല്ല, ഞാനിവിടെ വെറുതെ കസേരയിൽ ഇരുന്ന് കുക്കിംഗ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുക്ക് ചെയ്യാറില്ലെന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചപ്പാത്തിയുടെ ഫിനിഷിങ് കണ്ടിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യാറുണ്ട് ചപ്പാത്തി ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ ഇന്നലെ തക്കാളിക്കറി ഉണ്ടാക്കി, ഇന്ന് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി, അങ്ങനെ ഓരോന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില കറികളൊക്കെ അറിയില്ല എന്നേ ഉള്ളൂ, ചിലതൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഓരോന്നായിട്ട് പഠിപ്പിച്ചെടുക്കാം. അതുപോലെ ഞാനും ഇടയ്ക്ക് എന്നല്ല, നമുക്ക് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി കുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജീവൻ്റെ കുക്കിങ്ങിൽ കുറച്ച് കഥകളും കൂടി ഉണ്ടാവും. എൻ്റെ കുക്കിങ്ങിൽ കഥകളൊന്നും ഉണ്ടാവില്ല, ഞാൻ കാര്യം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ വിചാരിക്കുന്നു. ആവശ്യത്തിന് മുട്ട ഡ്രൈ ആയിട്ടുണ്ട്, വെണ്ടക്കയും പാകത്തിന് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ ഭയങ്കര അച്ചടി ഭാഷ എന്നൊക്കെ പറയണം. എനിക്ക് തോന്നുന്നില്ല ഞാൻ വലിയ അച്ചടി ഭാഷയില്ല സംസാരിക്കുന്നത്. കേൾക്കുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് ചൂടോടെ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ പ്രസൻറ്റ് ചെയ്യാനുള്ള പണിയൊക്കെ നോക്കട്ടെ. ഇനി നമ്മുടെ വെണ്ടക്ക മുട്ടത്തോരൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു പ്രോത്സാഹനമായിട്ട് കൂടുതൽ കുക്ക് ചെയ്യാനുള്ള ഒരു എനർജി ആയിട്ടൊന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് തന്നാൽ വളരെ ഉപകാരമായി. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.